ശാസ്താംകോട്ട കായലിനോട് ചേർന്നുള്ള വീട്ടിലാണ് ഞാനുള്ളത്. ഇതിൻ്റെ വീട് നമുക്ക് കാണാവുന്നതാണ്. വളരെ വളരെ പഴയ ഒരു വീടാണ്. വളരെ അവൻ്റെ ഒരു സാമ്പത്തിക പശ്ചാത്തലം എന്താണെന്ന് ഈ വീട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. കാരണം ഒരുപക്ഷെ ആ കുട്ടിക്ക് ആ ചെരുപ്പിൻ്റെ വില എത്രത്തോളം വലുതായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ വീട്. അത്യാവശ്യം നല്ല ഒരു 10-30 വർഷത്തോളം പഴക്കമുള്ളൊരു വീടാണ് മിഥുൻ്റേത് എന്ന് മാത്രവുമല്ല അത്ര കാര്യമായ അടച്ചുറപ്പ് ഒന്നുമില്ല. വർഷങ്ങൾ കൊണ്ടേ പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കുന്നുണ്ട്. ഈ വീട് വന്ന് അവർ കാണുന്നുണ്ട്, എടുക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി ഒരു ചിന്താഗതിയോ ഒന്നും അവർ കാണിച്ചിട്ടില്ല. ഇവിടെ 2-3 വീട് കിട്ടിയ വീട് ഈ പടിഞ്ഞാറേക്കരയുടെ ഈ വെളുന്തറ ഭാഗത്ത് തന്നെ ഉണ്ട്. എന്നിട്ട് പോലും ഒരു സഹായത്തിന് അവരെ കൊണ്ട് പറ്റിയിട്ടില്ല. ഇത്രമേലായണൊക്കെ പിന്നെന്ത് പഞ്ചായത്ത് പറയുന്നത്? വലിയ ഒരു നാട്ടിൻ പ്രദേശമാണ്. അവിടെ അതിസാധാരണക്കാരായ മനുഷ്യരാണ്. അവരുടെ പ്രതികരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വീടിന്റെ ഒരു അകത്തെ അവസ്ഥ. കാരണം ആ ചെരുപ്പെടുക്കാൻ വേണ്ടിയാണ് മിഥുൻ അപകടത്തിൽ പെടാനുള്ള ഒരു കാരണം. മിഥുൻ ചെരുപ്പെടുക്കാൻ വേണ്ടി പോയതാണ്. കാരണം അവൻ ആ ചെരുപ്പിന്റെ വില എത്രത്തോളം വലുതാണെന്ന് നമ്മുടെ ഈ വീട്ടിൽ നിന്ന് കാണുന്ന ദൃശ്യങ്ങളും ഈ വീട്ടിലെ അവസ്ഥയും നമുക്ക് മനസ്സിലാക്കി തരും. കാരണം വളരെ 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 മോശമായ ഒരു അവസ്ഥയിലുള്ള ഒരു വീടാണ്. ഇതിന്റെ ഓടൊക്കെ പൊട്ടി, ഓടും ഉത്തരവും ഒക്കെ പൊട്ടി വീഴാനുള്ള ഒരു സാധ്യതയുണ്ട്. ഓട് നിറയെ പൊട്ടി കിടക്കുകയാണ്. ഓടിൽ നിന്ന് താഴേക്ക് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടി മോളെ പ്ലാസ്റ്റിക് മൂടിയിരിക്കുകയാണ്. അത്രമേൽ മോശമായ ഒരു പശ്ചാത്തലം, ഒരു സാമ്പത്തിക പശ്ചാത്തലമുള്ളൊരു കുട്ടിയാണ് മിഥുൻ. എന്നോ അടിച്ച ഒരു നമ്മൾ കുമ്മായം എന്നൊക്കെ പറയുന്ന കുമ്മായം പൂശിയത്, ഏതോ കാലത്ത് കുമ്മായം പൂശിയതാണ്. അതിലൊരു പക്ഷേ മിഥുൻ വരച്ച പടങ്ങളായിരിക്കാം ഈ വെള്ള നരച്ചുപോയ ചുമരിൽ ഉള്ളത്. പുറകൊത്തൊന്നും തേച്ചിട്ടില്ല, പൂശിയിട്ടില്ല. അത്രമേൽ ഒരു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിന്നായിരുന്നു മിഥുൻ.